വലിയ കുളങ്ങളല്ല, മറിച്ച് ചെറിയ പാത്രങ്ങളിൽ വിരിയുന്ന വർണ്ണവിസ്മയം കാണണമെങ്കിൽ കൊക്കാനിശ്ശേരിയിലെ നീതിയുടെ വീട്ടുമുറ്റത്തെത്തണം. പയ്യന്നൂർ കൊക്കാനിശ്ശേരി സ്വദേശിനിയായ നീതി തന്റെ വീടിനോട് ചേർന്നൊരുക്കിയ പൂന്തോട്ടം ഇന്ന് അപൂർവ ഇനം താമരകളുടെയും ആമ്പലുകളുടെയും കലവറയാണ്. ഒരു വീടിന്റെ മുറ്റം നിറയെ ആമ്പലും താമരയും. വെറുമൊരു കൗതുകത്തിന് ചെടി വളർത്തി തുടങ്ങിയ നീതി ഇന്നിപ്പോൾ ഒരു സംരംഭകയാണ്. വീട്ടുമുറ്റത്തൊരുക്കിയ ചെറിയ ബൗളുകളിൽ അപൂർവ ഇനം താമരയും ആമ്പലും ഉൾപ്പെടെ വളർത്തി ശ്രദ്ധേയയാവുകയാണ് നീതി. വെറുമൊരു ഹോബിയായി ആരംഭിച്ച ഈ ശ്രമം ഇന്ന് 150ലധികം ഇനങ്ങളുള്ള മനോഹരമായ ശേഖരമായി മാറിയിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന നിരവധി ഇനങ്ങളും നീതിയുടെ ശേഖരത്തിലുണ്ട്. ഓരോ ചെടിയുടെയും പരിപാലനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന നീതി കാലാവസ്ഥയനുസരിച്ച് വളപ്രയോഗവും ജലസംരക്ഷണവും കൃത്യമായി നടത്തുന്നു. ഓരോ പൂവും വിരിയുമ്പോഴും അത് നൽകുന്ന സന്തോഷമാണ് തന്റെ പ്രചോദനമെന്ന് നീതി പറയുന്നു. പലതരത്തിലുള്ള ഗാർഡനിങ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു താമരയും ആമ്പലും ഇത്രയും കളക്ഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ താമരയും ആമ്പലും വളർത്താൻ എന്താണ് തോന്നിയത്? ആദ്യം കുറേ ചെടികളാണ് ഉണ്ടായിട്ടുണ്ടായത്. ചെടികളോട് മുമ്പേ ഇഷ്ടമാണ്. അപ്പം ആ ഒരു രീതിക്ക് ചെടികൾ നട്ട് വളർത്തി തുടങ്ങി. പിന്നെ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് നമ്മളിങ്ങനെ അറിഞ്ഞു, ഫേസ്ബുക്ക് വഴിയും അങ്ങനെയെല്ലാം അറിഞ്ഞ സമയത്ത്. എന്നാൽ പിന്നെ അതും കൂടി നട്ട് നോക്കാമെന്നുള്ള രീതിയിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ വാങ്ങിച്ച് നട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ വെയിലൊക്കെ വരുന്ന സമയത്ത് താമര ആമ്പലും നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും പൂക്കളും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കത് നോക്കാൻ പരിപാലിക്കാനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ചെടികളെക്കാളും ഇതെനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് പിന്നെ ഓരോന്നൊക്കെ പൂക്കൾ കണ്ടു തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി വാങ്ങിക്കാന്നുള്ള രീതിക്ക് അങ്ങനെ ഓരോന്ന് വാങ്ങി ഇപ്പോൾ ഒരുപാട് കളക്ഷനായി. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഗേറ്റ് മുതൽ വീട് വരെ ഇപ്പം ഒരുപാട് താമരയും ആമ്പലുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഇത്രയും വെറൈറ്റികൾ ഉണ്ടെന്ന് തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയാലാണ് കാണാൻ മനസ്സിലാക്കുന്നത് സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വെറൈറ്റികളാണുള്ളത്? കൂടുതലിപ്പം ട്രോപ്പിക്കൽ വെറൈറ്റീസാണുള്ളത്. നമ്മൾ ആദ്യം വാങ്ങുന്ന സമയത്ത് ട്രോപ്പിക്കൽ എന്താണ്, സെമി ട്രോപ്പിക്കൽ, ഹാർഡി എന്താണെന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങുമ്പം കുറേ വെറൈറ്റീസൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ചിലതിൽ പൂക്കൾ കിട്ടാതിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നല്ല നല്ല വെറൈറ്റീസ് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ വാങ്ങി വെച്ച് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലുള്ളത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ്. പിങ്ക് ക്ലൗഡ്, വൈറ്റ് പിയോണി, ശ്വേത, മയൂരി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഗ്രീൻ ആപ്പിൾ, ബട്ടർ മിൽക്ക്, അതിനൊക്കെ ട്യൂബർ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നന്നായിട്ട് നമുക്ക് പൂക്കൾ കിട്ടുന്ന കുറേ വെറൈറ്റീസ് നോക്കിയിട്ട് നമ്മളിപ്പോൾ വാങ്ങിച്ചു വെച്ചു. അതുപോലെ തന്നെ ആമ്പലുകളും നമുക്ക് ഹാർഡി വെറൈറ്റി ഒന്നും ഇല്ല. എല്ലാം നല്ല ട്രോപ്പിക്കലായിട്ട് നമുക്ക് എപ്പോഴും പൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നല്ല വെറൈറ്റീസ് മാത്രം നമ്മൾ നോക്കി വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഒരു ആമ്പലും താമരയും വളർത്തി തുടങ്ങിയത്. പിന്നെ ഒരു സംരംഭക എന്ന നിലയിൽ എങ്ങനെയാണ് എത്തിയത്? ആദ്യം ഇതൊന്നും വിചാരിച്ചിട്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടായത്. കുറേ വാങ്ങി വെച്ചു. നമ്മൾ പിന്നെ സ്റ്റാറ്റസും അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരായിട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അധികം ഫ്രീ ആയിട്ട് കുറേ ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ കുറേ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ പിന്നെ തോന്നി അതിൽ നിന്ന് കുറേ തൈകളൊക്കെ കിട്ടി. ഇപ്പോൾ താമരയുടെ ട്യൂബറായാലും എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറേ കിഴങ്ങുകൾ കിട്ടി. പിന്നെ എല്ലാം നമുക്ക് നട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് പാത്രങ്ങളും ഒരുപാട് സ്ഥലവും വേണം. ഓരോന്നും ചിലപ്പം കൂടുതൽ കിഴങ്ങുകളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ നിന്നൊക്കെയാണ് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുവഴിയൊക്കെ ചെറുതായിട്ട് കൊടുക്കാനൊക്കെ തുടങ്ങി. ഇപ്പം നല്ല നല്ല വെറൈറ്റീസൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് കുറേ വാങ്ങി വയ്ക്കാൻ തുടങ്ങി. ഹോബിയായി തുടങ്ങിയ ഈ പ്രവർത്തനം പിന്നീട് ഒരു ചെറിയ സംരംഭമായും വളർന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾ ചെടികൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇതിലൂടെ താനൊരു സംരംഭകയായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും നീതി പറയുന്നു. നീതിയുടെ ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് വിനയനും മക്കളായ ഗിയ മിത്രയും ഗിവ മെഹറും ഒപ്പമുണ്ട്. കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ വീട്ടുമുറ്റം ഇന്ന് അപൂർവ താമരകളുടെയും ആമ്പലുകളുടെയും മനോഹര ലോകമായി മാറിയിരിക്കുകയാണ്. ആമ്പലിലും താമരയിലും ഇത്രയും വെറൈറ്റികൾ ഉണ്ടെന്നതിനും ഒരു വീട്ടമ്മ എങ്ങനെ ഒരു സംരംഭകയായിരുന്നതിനുമുള്ള നേർക്കാഴ്ചയാണ് ഇത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.